മട്ടൺ പെപ്പർ വരട്ടിയതാണ്. ക്രിസ്മസിനൊക്കെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ മട്ടണാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യമേ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതായത് പൊടികളൊക്കെ ഞാനൊന്ന് എടുക്കാം. ഇത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടണാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഉപ്പ് കുറച്ച് ആവശ്യത്തിന്. അപ്പം ഞാൻ കുറച്ചിടുന്നുണ്ട്, പിന്നീട് വേണമെങ്കിൽ ചേർക്കാം. ഇതിലേക്ക് നാരങ്ങാനീര് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ കുക്കറിൽ സവാള, ഞാൻ 2 മീഡിയം സൈസ് സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അത് കുക്കറിലാണ് ഒന്ന് വഴറ്റുന്നത്. അപ്പം ഞാൻ ഗ്യാസിലേക്ക് ഒരു കുക്കറാണ് വെച്ചിരിക്കുന്നത്. കുക്കർ ചൂടായി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു, അത് ചൂടായി. അപ്പോൾ ഇനി ഇതിലേക്ക് സവാള, മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, നീളത്തിലാണ് അരിഞ്ഞത്, അത് ഇതിലേക്ക് ചേർക്കുകയാണ്. ഇതൊന്ന് വഴന്ന് വരണം. ഇതിലേക്ക് ഞാൻ ഇത് സവാള സോഫ്റ്റ് ആവാനായിട്ട് സാധാരണ ചേർക്കും പോലെ തന്നെ 1 നുള്ളു ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുകയാണേ. സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ മാരിനേറ്റ് ചെയ്ത്, അതായത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചില്ലേ, നാരങ്ങാനീരും മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൺ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർക്കാം. ഇതിൽ ഇതുവരെ ഞാൻ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല. ഇനിയാണ് കുരുമുളക് പൊടി ചേർക്കുന്നത്. ക്രഷ്ഡ് കുരുമുളകാണ്, ഒന്ന് ചതച്ചത് മാത്രമാണ്. അപ്പോൾ ഇതിലേക്ക് ആദ്യമേ കുറച്ച് കറിവേപ്പില ചേർക്കുകയാണ്. ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുകയാണ്. ഇപ്പം ഞാനൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിരിക്കുകയാണ്. ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് വെള്ളം ചേർക്കുന്നത്. അപ്പോൾ ഇതൊരു 4-5 മിനിറ്റ് ലോ ഫ്ലെയിമിലായിരുന്നു വെച്ചിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ 4-5 മിനിറ്റ് വെച്ചത്. മീഡിയം ഫ്ലെയിമൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കുന്നതാണ് നല്ലത്. കുരുമുളകിൻ്റെയൊക്കെ പച്ചമണം മാറി
ഒന്ന് മസാലയെല്ലാം ഇതിലേക്ക് പിടിക്കും. ഇതിന് ശേഷമാണ് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നത്. വെള്ളം എന്ന് പറയുന്നത് മട്ടൺ ഒരുപാട് വെള്ളം നമ്മൾ ഒഴിക്കേണ്ട. അപ്പം ഞാൻ 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഉപ്പ് നമ്മൾ ആദ്യമേ മാരിനേറ്റ് ചെയ്ത സമയത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതിന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് ഒരു 2-3-4 വിസിൽ വന്നതിന് ശേഷം നല്ലോണം വെന്തതിന് ശേഷം ഗ്യാസ് ഓഫാക്കാം. പിന്നീട് പ്രഷറെല്ലാം പോയതിന് ശേഷം നമുക്ക് തുറക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഞാനിത് ഇതുവരെ ചേർത്തിട്ടില്ല. അത് ഇനിയാണ് ചേർക്കുന്നത്. ഇതിപ്പം വെള്ളം ഒഴിച്ചതിന് ശേഷം തിളച്ചു. ഇനി ഞാൻ കുക്കർ അടച്ചു വെക്കുകയാണ്. ഇത് 4 വിസിലെങ്കിലും വന്നതിന് ശേഷമാണ് കുക്കർ തുറക്കത്തുള്ളൂ. അപ്പം ഇത് വിസിൽ വരട്ടെ. ഇതിപ്പം ഞാൻ വിസിൽ വന്ന് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം പ്രഷർ മാറി ഇപ്പം ഞാൻ തുറക്കുകയാണ്. ഇപ്പം ഗ്രേവി കുറച്ചുണ്ട്. ഇനി ഈ ഗ്രേവി ഒന്ന് വറ്റണം. ഗ്യാസ് കത്തിച്ച് ഒന്ന് വറ്റിക്കാം. അപ്പം ഞാൻ ഗ്യാസ് കത്തിച്ചിരിക്കുകയാണ്. ഇതൊന്ന് വറ്റട്ടെ. ഈ സമയം കൊണ്ട് ഇതിലേക്ക് ബാക്കി നമുക്ക് ഇൻഗ്രീഡിയൻസ്, അതായത് വേറൊരു പാൻ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. അപ്പം ഞാൻ കുക്കർ അപ്പുറത്തെ ഗ്യാസ് അടുപ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ ഗ്യാസിൽ ഈ പാൻ വെച്ചിരിക്കുകയാണ്. പാൻ ഒന്ന് ചൂടാവട്ടെ. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. പിന്നീട് ഞാനിവിടെ ഒരു 15 അല്ലി ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഉണ്ട്, അതെടുത്തിട്ടുണ്ട്. അപ്പം എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കത് ചെയ്യാം. പാൻ ചൂടായതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില, ഇതൊന്ന് കളർ മാറി ചേഞ്ച് ആയി വരുന്നത്, അതായത് ഇതിൻ്റെ പച്ചമണം മാറി വന്ന് കളറൊന്ന് മാറി ഉള്ളിയുടെ കളറും ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഇവിടെ ആ സമയം കൊണ്ട് ഇവിടെ കുക്കറിലിരിക്കുന്ന മട്ടണിൻ്റെ ഗ്രേവി ഒന്നുകൂടെ ഒന്ന് പറ്റി കുറുകി വരും. ആ സമയത്ത് അത് ഇതിലേക്ക് ചേർക്കാം. ഇത് കളറ് മാറി ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കണം. ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ചേർക്കാം.
ഇതൊന്ന് 1 മിനിറ്റ് ഇതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടി ഒന്ന് വഴറ്റുക. അതിനുശേഷം അവിടെ കുക്കറിലിരിക്കുന്ന ഗ്യാസ് ഓഫ് ആക്കിയിട്ട് അത് ഗ്രേവിയോടുകൂടി തന്നെ ഇതിലേക്ക് തട്ടുക. ഇതിപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. ഈ സമയത്ത് എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കാവൂ. ഇനി ഞാൻ കുക്കറിൽ നിന്നും ഇതിലേക്ക് ഒഴിക്കണം. ഗ്രേവി ഉണ്ട്. ഇനി ഇതിലേക്ക് കിടന്ന് ഇപ്പം ഞാൻ ചാറോട് കൂടിയാണ് ഇതിലേക്ക് ഒഴിച്ചത്. ഇത് ഒരു ചെറു ചീര, ഒരു മീഡിയം, ലോ ഫ്ലെയിം ആയാലും മതി. ഗ്രേവി വറ്റുന്നത് വരെ വറ്റിച്ചെടുക്കുക. മട്ടണെല്ലാം വെന്തിരിക്കുകയാണ്. ഗ്രേവി ഒന്ന് വറ്റിയാൽ മതി. ഉപ്പ് കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇതൊരു 8-10 മിനിറ്റ് നേരം ഇങ്ങനെ വരട്ടിയെടുത്തു കഴിഞ്ഞാൽ ഈ ഗ്രേവി എല്ലാം പറ്റും. അത് ഗ്രേവിയുടെ അളവിൻ്റെ അനുസരിച്ചിരിക്കുക. നമ്മൾ കുക്കറിൽ വെച്ച് ആദ്യമേ ഒന്ന് വറ്റിക്കുമല്ലോ, ആ സമയത്ത് കുറച്ച് വറ്റും. പിന്നീട് ബാക്കിയുള്ളത് ഗ്രേവിയുടെ അനുസരിച്ചിരിക്കും. ഇതേപോലെ വറ്റി വരണം. ഇപ്പം കുറച്ച് സ്വല്പം കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് വറ്റി ആ ഗ്രേവി കംപ്ലീറ്റ് വറ്റിയത് ഒന്ന് വറുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് പരുവം. ഇനി ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫാക്കിയാണ്. ഇനി ഒരു സെർവിങ് ബോളിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ ഒരു സെർവിങ് ബോളിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പം മട്ടൺ പെപ്പർ വരട്ടിയത് ഇതാണ്. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. ക്രിസ്മസിന് എല്ലാവരും വീട്ടിൽ തയ്യാറാക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.